പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ധനലക്ഷ്മിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള കടന്നുവരവ് ഉണ്ടായതിനെ തുടർന്ന് ധനലക്ഷ്മി ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. ഇതേസമയം അമ്മായിമാരാകട്ടെ വീട് അവളുടെ പേരിലായ സ്ഥിതിക്ക് ഇനി കൺമണിയെ എതിർത്ത് നിന്നിട്ട് കാര്യമില്ല, അവളുടെ കൂടെയാണ് നിൽക്കേണ്ടത് എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയും, കൺമണി മോളെ, നിനക്ക് സുഖം തന്നെയല്ലേ? നീ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു. നിന്റെ തിരിച്ചുവരവ് ഞങ്ങളും ആഗ്രഹിച്ചതാ. ഈ ധനലക്ഷ്മി അവൾ എല്ലാം കൈയടക്കുന്നതിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. നീ വിട്ടുകൊടുക്കരുത് മോളെ. അവളെ ഒരു പാഠം പഠിപ്പിക്കണം. ആ, അത് ഞാൻ നോക്കിക്കൊള്ളാം. എന്തായാലും അമ്മായിമാർക്ക് സുഖല്ലേ? കാര്യങ്ങളെല്ലാം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഓ, മോളില്ലാത്തത് കൊണ്ട് വളരെയധികം വിഷമമായിരുന്നു. ഇപ്പോഴാ ഒന്ന് സന്തോഷമായത്. ഈ ധനലക്ഷ്മി നിന്റെ അച്ഛനെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളാണ് കൂടെ നിന്ന് അദ്ദേഹത്തെ സമാധാനിപ്പിച്ചത്. ഇതോടെ നോക്കുകയാണ് ധനലക്ഷ്മിയെ കൺമണി. എന്നാൽ ധനലക്ഷ്മിയാകട്ടെ കാര്യങ്ങൾ കൈവിട്ടു പോയോ എന്ന് ആലോചിക്കുന്നു. ഇനി ഇവൾ ഭരിക്കും എന്നുള്ള കാര്യം ഉറപ്പു തന്നെയാണ്. അവളുടെ കൂടെ നിന്നില്ല എങ്കിൽ ഇവിടെ നിന്ന് എനിക്കും ഇറങ്ങിക്കൊടുക്കേണ്ടതായി വരും. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. അല്ല കൺമണി, കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. ഇനി എന്തൊന്നും പറഞ്ഞിട്ട് എന്ത് കാര്യം? നമുക്ക് പുതിയൊരു ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകാം. എന്തായാലും നീ എന്നോട് ക്ഷമിക്കണം. ആ, അത് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് കൺമണി പോയിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് ഈ കാര്യം വരുൺ അറിയാൻ ഇടയാകുന്നത്. ഇതോടെ തൻ്റെ അച്ഛനോട്, ഞാൻ പറഞ്ഞില്ലേ ഇതിന് പിന്നിൽ ചതി ഉണ്ട് എന്ന്, ഇയാൾ ചതിക്കുകയായിരുന്നെന്ന് ഇപ്പൊ മനസ്സിലായോ? ഇനി എന്താ പറഞ്ഞിട്ട് കാര്യം? കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയില്ലേ? ഷേ, ഇനി എന്ത് ചെയ്യും? അതാണ് ഞാനും ആലോചിക്കുന്നത്. എടാ, നീ കൺമണിയെ മറന്നേക്ക്. അതാണ് നീ ഇപ്പോൾ ചെയ്യേണ്ട കാര്യം. അവളെ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യവും നിനക്കുണ്ടാകാൻ പോകുന്നില്ല എന്നതാണ് സത്യം. പിന്നെ എന്തിനാണ് വെറുതെ? അവൾ എവിടെയെങ്കിലും പോയി ജീവിക്കട്ടെടാ. നമുക്കെന്തിനാ അവൾ? പോട്ടെ അവൾ. ഇതോടെ വരുണാകെ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് വരുണിനെ കാണുന്നതിനായി കൃഷി വരുന്നത്. ഇത് കണ്ട് ഞെട്ടിപ്പോവുകയാണ് വരുൺ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.